ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ സർവാർത്ഥ സിദ്ധി യോഗവും പൂയം നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ഒരു അപൂർവ ദിവസമാണ്. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഏകാദശി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അത് അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കണ്ടാൽ മതി. നാളത്തെ ദിവസം നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് റെമഡിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ റെമഡി ചെയ്യുന്നവർ പീരിയഡ് സമയമാണ് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ആരും നോൺ വെജ് കഴിക്കുകയില്ല. ഇനി എങ്ങാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നോൺ വെജ് കഴിച്ചു പോയാൽ നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യാനും പാടുള്ളതല്ല. ഈ 2 കാര്യങ്ങളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് എന്താണ് ആ പരിഹാരമെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. നമ്മൾ നാളെ ഈ ഒരു പരിഹാരം ചെയ്യുന്നത് നമ്മുടെ എന്തൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് ഇന്ന ഒരാഗ്രഹവും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല. കുട്ടികളുടെ വിവാഹം നടക്കാൻ, വിദ്യാഭ്യാസത്തിന്, പൈസയ്ക്ക്, ബന്ധങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്കുള്ള പ്രശ്നം അതെന്തായാലും, നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും അതിനു വേണ്ടി, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി, ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഞാനിതിൽ 2 സമയങ്ങൾ പറയുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം ഞാൻ രാവിലെ പറയുന്ന സമയമാണ്. ഇനി എന്തെങ്കിലും ഒരു അവസരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞാൻ രണ്ടാമത് പറയുന്ന ആ സമയത്തേക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ആ സമയം എന്ന് പറയുന്നത് രാവിലെ 6:45-നും 8:45-നും ഇടയ്ക്കുള്ള സമയം. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇനിയിപ്പം ഞങ്ങൾക്ക് രാവിലെ കുളിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ വൈകിട്ട്, അതായത് തലേ ദിവസമായ ഇന്ന് ഞായറാഴ്ച നോൺ വെജൊക്കെ കഴിക്കാതെ കിടന്നവരാണ്, വേറെ മറ്റൊരു അശുദ്ധിയും ഇല്ല എന്നുണ്ടെങ്കിൽ കാലും കൈയും മുഖവും കഴുകിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. അതല്ല ഞായറാഴ്ച രാത്രിയിൽ, അതായത് ഇന്ന് രാത്രിയിൽ നോൺ വെജൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിയവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുളിക്കാണ്ട് നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യരുത്. കാരണം നമ്മൾ ഇതിലൊരു മന്ത്രം ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുമുള്ള ശുദ്ധി അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സമയം, അതായത് രാവിലെ 6:45-നും 8:45-നും ഇടയ്ക്ക്. ഇനി നിങ്ങൾക്ക് ഈ 6:45-നും 8:45-നും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, ജോലിക്ക് പോകുന്നത്, വീട്ടിലെ ജോലി എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ കാര്യം കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 11:45-നും 12:45-നും ഇടയ്ക്കുള്ള സമയത്തും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ ഈ ദിവസത്തിൽ മറ്റൊരു സമയവും തിരഞ്ഞെടുക്കാൻ പാടില്ല. ഈ ഒരു ഒറ്റ സമയം മാത്രമേ ഉള്ളൂ. കാരണം സർവാർത്ഥ സിദ്ധി യോഗം, പൂയം നക്ഷത്രം, ഇത് രണ്ടും കൂടി ഒന്നായിട്ടിരിക്കുന്ന ഈ ഒരു സമയം നമ്മൾ എന്തൊരാഗ്രഹം വെച്ചാലും അത് സാധിച്ചു കിട്ടും. അതുപോലെ തന്നെ എന്താഗ്രഹത്തിന് ആ തടസ്സം എന്താണോ അത് മാറ്റി കിട്ടുകയും ചെയ്യും. അതിനായി നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായൊരിടത്ത് ഇരിക്കുമ്പോൾ കിഴക്കോട്ട് ഫേസ് ചെയ്ത് വേണം ഇരിക്കാൻ വേണ്ടി. ഇരിക്കുമ്പോൾ ഒരു പാത്രം എടുക്കുക. സ്റ്റീലാവാം, അതല്ല എന്നുണ്ടെങ്കിൽ ബ്രാസ് ആവാം. ഏറ്റവും നല്ലത് ബ്രാസ് എടുക്കുന്നതാണ്. ബ്രാസ് എടുത്തതിന് ശേഷം ഐസ് കട്ട, അതായത് നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുമല്ലോ ഫ്രിഡ്ജിൽ വെച്ച്, അതുപോലെ ഒരു ഐസ് ക്യൂബ് എടുക്കുക. ഒരുപാട് വലിപ്പമൊന്നും വേണമെന്നില്ല. ഒരു നോർമൽ ഐസ് ട്രെയിലൊക്കെ ഉള്ള ആ ഒരു വലിപ്പത്തിൽ ഒരു ഐസ് ക്യൂബ് എടുക്കുക. അത് നമ്മളെടുത്ത് ആ പാത്രത്തിൽ വെച്ചിട്ട് അതിന് മുകളിലോട്ട് ആ ഐസ് ക്യൂബ് പൂർണ്ണമായും മറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ പച്ചരി ഇടുക. ശേഷം അതിന് മുകളിലോട്ട് ഒരല്പം പഞ്ചസാര ഇടുക. നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഐസ് പതിയെ വെള്ളമാകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഡസ് മാറ്റർ, അത് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. മുകളിൽ ഒരു മൺവിളക്ക് വെക്കുക. മൺവിളക്ക് വെക്കുമ്പോൾ അതും നമ്മൾ കിഴക്കോട്ട് ദർശനമായിട്ട് വേണം ആ വിളക്ക് കൊളുത്താൻ. നെയ്യ് വേണം അതിലൊഴിക്കാൻ, മറ്റൊരെണ്ണയും ആഡ് ചെയ്യാൻ പാടില്ല. നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്തിയതിന് ശേഷം അതിലേക്ക് 2 ഗ്രാമ്പു നമ്മളിടണം. പൂവോട് കൂടിയ, അതായത് പൊട്ടാത്ത നല്ല മുഴുവനായിട്ടുള്ള ഗ്രാമ്പൂ വേണം. അങ്ങനെ 2 ഗ്രാമ്പുവും കൂടി അതിലോട്ടിടുക. അപ്പോഴത്തേനും ഐസൊക്കെ നല്ലവണ്ണം വെള്ളമായി തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ സാരമില്ല, എന്താണ് ഇവിടെ ഐസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ജലതത്വവും അതുപോലെ തന്നെ
അഗ്നിതത്വവും ആണ് ഇവിടെ എടുക്കുന്നത്. കാരണം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭൂതങ്ങളാണ് ജലവും അഗ്നിയും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ജലവും അഗ്നിയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐസ് കട്ടയും അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്നതായിട്ട് ദീപവും. പിന്നെ പച്ചരി എടുത്തതിന് കാരണം പച്ചരിക്ക് വളരെയധികം ആകർഷണ ശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിവിടെ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്, അത് ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പച്ചരി വെക്കുമ്പോൾ ആ ഒരു ആകർഷണം, അതായത് ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരി എടുത്തത്. പിന്നെ മധുരം എന്ന് പറയുന്നത് ഒരു നിവേദ്യ സമർപ്പണമാണ്. അതായത് നമ്മൾ ഒരു ദേവിയെ വിളിച്ച് ആകർഷണം ചെയ്ത് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ ആ ദേവിക്കുള്ളൊരു നിവേദ്യ സമർപ്പണമായിട്ടാണ് നമ്മളിവിടെ പഞ്ചസാര, ഷുഗർ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിന് പിന്നിലുള്ള കാരണം മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് ഫോണിൽ ഒരു മിനിറ്റ് ടൈമർ വെച്ചിട്ട് 1 മിനിറ്റ് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ 27 തവണ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്, ഞാനിവിടെ പറയുന്നുമുണ്ട്, എഴുതിയും കാണിക്കുന്നുണ്ട്. സൂര്യം ശ്രീം ലക്ഷ്മി പ്രവാഹ സമൃദ്ധി. മന്ത്രം ഇതാണ്, സൂര്യം ശ്രീം ലക്ഷ്മി പ്രവാഹ സമൃദ്ധി. അതായത് നമ്മൾ കിഴക്കോട്ട് നോക്കിയിരുന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ ലക്ഷ്മി ദേവി. അപ്പം സൂര്യം, അതുപോലെ ശ്രീം എന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം, ലക്ഷ്മി ദേവി പ്രവാഹ സമൃദ്ധി. അതായത് നമുക്ക് സമൃദ്ധിയെ പ്രവഹിക്കുക, തരിക എന്നുള്ളൊരർത്ഥത്തിലാണ് ഈ ഒരു മന്ത്രം ഇവിടെ ചൊല്ലുന്നത്. ഇനി നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കിട്ടണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുമ്പോൾ ഇനിയിപ്പോൾ സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് ഇത് ചൊല്ലാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം സൂര്യഭഗവാൻ ഉദിച്ചു വരുന്നൊരു സമയമാണ് രാവിലെ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലോ മറ്റോ സൂര്യഭഗവാന്റെ ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ട് അതിൽ നോക്കി ചൊല്ലാവുന്നതാണ്. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു മന്ത്രം 27 തവണ അല്ലെങ്കിൽ 1 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വിളക്ക് അവിടെ കത്തി നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ തന്നെ ആ വിളക്ക് നമ്മുടെ 2 കൈകളിലും എടുത്തതിന് ശേഷം ആ കത്തിക്കൊണ്ട് നിൽക്കുന്ന ജ്വാലയിൽ നോക്കി നമുക്ക് നമ്മുടെ 3 ആഗ്രഹങ്ങൾ പ്രസൻറ്റ് ടെൻസിൽ പറയാവുന്നതാണ്. ജോലി വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, ഞാൻ ആഗ്രഹിച്ച കമ്പനിയിൽ ആഗ്രഹിച്ച സാലറിയിൽ ഞാൻ സന്തോഷമായിട്ട് എൻ്റെ ജോലി ചെയ്യുന്നു. അത് നിങ്ങൾക്ക് എത്ര വലുതാക്കി വേണമെങ്കിൽ എത്ര ചെറുതാക്കി വേണമെങ്കിലും പറയാവുന്നതാണ്. നടന്നു കഴിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് പറയുമ്പോൾ ആ ഇൻറ്റൻഷൻ, പോസിറ്റീവ് ഇൻറ്റൻഷൻ മനസ്സിലുണ്ടായിരിക്കണം. ഏറ്റവും കൂടിയത്, അതായത് മാക്സിമം 3 ആഗ്രഹങ്ങൾ. ഒരാഗ്രഹമാണ് ഏറ്റവും നല്ലത്. ഇനി മാക്സിമം 3 ആഗ്രഹങ്ങൾ പറയാവുന്നതാണ്. ഇത്രയുമേ ഉള്ളൂ കാര്യം. ഇത് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും ആ വെള്ളം നല്ല രീതിയിൽ പാത്രത്തിലായിട്ടുണ്ടാവും. അത് കവിഞ്ഞ് കയ്യിലും മേത്തൊന്നും വീഴാതെ സൂക്ഷിച്ച് വേണം കയ്യിലെടുത്ത് നമ്മൾ ആഗ്രഹങ്ങൾ പറയാം. അതിന് ശേഷം ആ ദീപം നമുക്ക് അണയ്ക്കാവുന്നതാണ്, അണച്ച് മാറ്റി വെക്കാം. പച്ചരിയും പഞ്ചസാരയും ആ വെള്ളത്തിൽ നന്നായിട്ട് കുതിരട്ടെ. പഞ്ചസാര അലിഞ്ഞു ചേരും. പച്ചരി ഒരു മാക്സിമം വെള്ളം നനവ് വന്നു കഴിയുമ്പോഴത്തേനും അത് കിളികൾക്കോ, നിങ്ങൾ വീട്ടിൽ കാക്കയ്ക്കൊക്കെ ചോറ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഇതുകൊണ്ട് ഇട്ടാലും മതി. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചൂട്ടിൽ കൊണ്ട് കളയാവുന്നതാണ്. ഗ്രാമ്പൂവും അതുപോലെ തന്നെ വീട്ടിലെ ചെടികളുടെ ചൂട്ടിലോ വലിയ മരത്തിൻ്റെ ചൂട്ടിലോ എവിടെയാണോ സാധിക്കുന്നത് അവിടെ കൊണ്ട് കളയാവുന്നതാണ്. വിശ്വാസത്തോടു കൂടി, പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നാളെ നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്തു നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.